നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർവ്യൂ മാത്രം. അടുത്തുള്ള സർക്കാർ ഓഫീസുകളിൽ ജോലി ഒഴിവുകൾ. 1. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം. കണ്ണൂർ കിഫ്ബി 2 കാര്യാലയത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ. അപേക്ഷ സ്പെഷ്യൽ തഹസിൽദാർ LA കിഫി 2 താണ കണ്ണൂർ പിൻകോഡ് 670012 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 8 സമർപ്പിക്കണം. അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനം. നിലമ്പൂർ അഡീഷണൽ ICDS പ്രൊജക്റ്റിൻ്റെ പരിധിയിലുള്ള എടകര, പോത്തുക്കല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവു വരുന്ന അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിരം ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ 18-നും 46-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വർക്കർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് പാസ്സാകാത്ത എഴുത്തും വായനയും അറിയാവുന്നവർക്കും അപേക്ഷിക്കാം. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷം ഇളവ് അനുവദിക്കും. എടകര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 8 വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 16 വരെയും സ്വീകരിക്കും. ശിശുവികസന പദ്ധതി ഓഫീസർ ICDS നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് സമീപം മുസ്ലിയാരങ്ങാടി എടകര 679331 എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04931275004. സൈക്കോളജി അപ്രൻറ്റിസ് നിയമനം. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ജീവനി മെൻ്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രൻറ്റിസിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർക്കായി ജൂലൈ 26 രാവിലെ 10 ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 0466221223. മങ്കട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മലപ്പുറം ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ ജീവനി മെൻ്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രൻറ്റിസിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മങ്കട ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ 26 രാവിലെ 10 മണിക്കും മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ 26 ഉച്ചയ്ക്ക് 12 മണിക്കും അതത് കോളേജ് ഓഫീസുകളിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 049332022135 മങ്കട, 048327349118 മലപ്പുറം. വാഴക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനം. മലപ്പുറം ജില്ലയിൽ വാഴക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു. ഫാർമസിസ്റ്റ് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള B.Pharm D.Pharm ആണ് യോഗ്യത. കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ലാബ് ടെക്നീഷ്യന് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DMLT BSc MLTയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 7ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 50 വയസ്സ് കവിയരുത്. ഫാർമസിസ്റ്റിന് ജൂലൈ 26 രാവിലെ 10-നും ലാബ് ടെക്നീഷ്യന് ജൂലൈ 29 രാവിലെ 10-നും ക്ലീനിംഗ് സ്റ്റാഫിന് ജൂലൈ 29 രാവിലെ 11:30-നും ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ താമസക്കാർക്കും എല്ലാ തസ്തികകളിലും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0483294441. നാഷണൽ ആയുഷ് മിഷൻ വഴി നിയമനം. നാഷണൽ ആയുഷ് മിഷൻ വഴി കണ്ണാടി പറമ്പ ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർസ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു.
40 വയസ്സിൽ താഴെയുള്ള GNM BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജൂലൈ 30 രാവിലെ 11 ഡിസ്പെൻസറിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 9495175257 0497279611. നാഷണൽ ആയുഷ് മിഷനിൽ വാക്യാൻ ഇൻ്റർവ്യൂ. നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്റ്റുകളിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ്, അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിൽ ANM അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. പ്രതിമാസ വേതനം 12,000 രൂപ. അറ്റൻഡർ തസ്തികയിൽ 10ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. പ്രതിമാസ വേതനം 11,000 രൂപ. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 1. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 രാവിലെ 10:30 അറ്റൻഡർ തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 8 രാവിലെ 10:30 നടക്കും. നാഷണൽ ആയുഷ് മിഷൻ്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ 5ാം നിലയിലാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ 5ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വാക്യാൻ ഇൻ്റർവ്യൂ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ, കുക്ക്, ക്ലീനിങ് സ്റ്റാഫ് കുക്കിംഗ് അസിസ്റ്റൻ്റ് എന്നീ തസ്തികകളിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്യാൻ ഇൻ്റർവ്യൂ നടത്തും. അപേക്ഷകർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ 30 രാവിലെ 11 മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്യാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ, കേരള മഹിളാ സമക്യ സൊസൈറ്റി, TC 20/1652, കൽപ്പന, കുഞ്ചാലമ്മൂട്, കരമന PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471234866. ഇമെയിൽ ID, വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകളിൽ അവസരം. സതേൺ റെയിൽവേ വിളിക്കുന്നു. കേരളത്തിലെ സതേൺ റെയിൽവേയിൽ അപ്രൻറ്റിസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം. കേരളത്തിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിലെ അപ്രൻറ്റിസ് ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. തസ്തികയുടെ പേര് അപ്രൻറ്റിസ്. ഒഴിവുകളുടെ എണ്ണം 2438. ശമ്പളം ആസ് പെർ റൂൾ. ഫ്രഷർ പോസ്റ്റ്, ഡിവിഷൻ ആൻഡ് നെയിം, സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് കോയമ്പത്തൂർ 18, ഗാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ് പേരാമ്പൂർ 47, റെയിൽവേ ഹോസ്പിറ്റൽ പേരാമ്പൂർ MLT 20. എക്സ്പീരിയൻസ് ITI പോസ്റ്റ്. ഡിവിഷൻ നെയിം, നമ്പർ ഓഫ് പോസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. ഏജ് ലിമിറ്റ് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: തസ്തികയുടെ പേര്, ഫിറ്റർ, ടർണർ, മെക്കാനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്. വിദ്യാഭ്യാസ യോഗ്യത 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കുറഞ്ഞത് 50% മൊത്തം മാർക്കോടെ, കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. വെൽഡർ, കാർപ്പൻ്റർ, പ്ലംബർ, മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, പെയിൻറ്റർ. വിദ്യാഭ്യാസ യോഗ്യത 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കുറഞ്ഞത് 50% മൊത്തം മാർക്കോടെ
കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. വയർമാൻ 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിൽ തൊഴിൽ പരിശീലനത്തിനായി നാഷണൽ കൗൺസിൽ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. ഡ്രാഫ്റ്റ്സ്മാൻ 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അഡ്വാൻസ് വെൽഡർ 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകൃത ITIയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. SSA സ്റ്റെനോഗ്രാഫ് ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് 10+2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും. എങ്ങനെ അപേക്ഷിക്കാം? സതേൺ റെയിൽവേ വിളിച്ചിട്ടുള്ള വിവിധ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് 2024 ഓഗസ്റ്റ് 12 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കുന്നതിനു മുമ്പ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. അതിനുശേഷം ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി നേടാം. തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിൽ അപേക്ഷിക്കാം. പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് നിയമനം. കേരള സർക്കിളിൽ 2433 ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 12,000 തൊട്ട് 29,000 രൂപയും അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 10,000 രൂപ തൊട്ട് 24,000 രൂപയുമാണ് ശമ്പളം. യോഗ്യത കണക്കും ഇംഗ്ലീഷും ഉൾപ്പെട്ട 10ാം ക്ലാസ് ജയം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. പ്രായപരിധി 18 തൊട്ട് 40 വയസ്സ് വരെ. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന വില്ലേജിലും അസിസ്റ്റൻ്റ് പോസ്റ്റ് മാസ്റ്റർ അതേ പോസ്റ്റ് ഓഫീസുകളുടെ അധികാര പരിധിക്കകത്തും താമസിക്കണം. ഒഴിവുള്ള കേരള സർക്കിളിലെ ഡിവിഷനുകൾ ആലപ്പുഴ, ആലുവ, കോഴിക്കോട്, കണ്ണൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇടുക്കി, ഇരിങ്ങാലക്കുട, കോട്ടയം, കാസർഗോഡ്, ലക്ഷദ്വീപ്, മഞ്ചേരി, മാവേലിക്കര, ഒറ്റപ്പാലം, പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം, RMSCT കോഴിക്കോട്, RMS എറണാകുളം, RMSTV തിരുവനന്തപുരം, തലശ്ശേരി, തിരൂർ, തിരുവല്ല, തൃശ്ശൂർ, തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം നോർത്ത്, വടകര. 10ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ്. മെറിറ്റ് ലിസ്റ്റിൽ ഒരേ റാങ്കിൽ വന്നാൽ ഉയർന്ന പ്രായക്കാർക്ക് മുൻഗണന നൽകും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 5/8/2024. നിങ്ങൾക്ക് ക്ലർക്കാകാം, സർക്കാർ ജോലി നേടാം, പരീക്ഷകൾ ഒന്നുമില്ല. തിരുവനന്തപുരം കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കേരള സർക്കാരിൻ്റെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ഡയറക്ടർ റോളുകൾ ഉൾപ്പെടെ വിവിധ സുപ്രധാന തസ്തികകളിലേക്ക് അപേക്ഷകൾ തുറന്നു. സിഡ്കോ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്,
ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ടെക്സ്ഫെഡ്, കേരള സ്റ്റേറ്റ് ബാംബൂ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ തേടുന്നു. സ്ഥാനങ്ങൾ കൂടാതെ കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോൺ പ്രൈവറ്റ് ലിമിറ്റഡിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്കും ഒഴിവുണ്ട്. കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലെ വിവിധ തസ്തികകളിലേക്കും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് കമ്പനി സെക്രട്ടറി റോളുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.